ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയുടെ നട്ടെല്ലായ ബൂത്ത് ലെവൽ ഓഫീസർമാർ നേരിടുന്ന കടുത്ത സമ്മർദ്ദവും രാഷ്ട്രീയ വേട്ടയാടലും വെളിപ്പെടുത്തിക്കൊണ്ട് രാജസ്ഥാനിലും പശ്ചിമ ബംഗാളിലും ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പുറത്തുവരുന്നു. വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രത്യേക തീവ്ര പുനഃപരിശോധന നടപടികൾ ആരംഭിച്ച ശേഷം ഉദ്യോഗസ്ഥർക്കിടയിൽ ആത്മഹത്യകളും ഭീഷണികളും വർദ്ധിക്കുന്നത് രാജ്യത്തെ ഞെട്ടിക്കുന്ന ഒന്നാണ്. ഏറ്റവും ഒടുവിലായി രാജസ്ഥാനിലെ ജയ്പൂരിലെ ഹവാമഹൽ മണ്ഡലത്തിൽ ഒരു BLO പരസ്യമായി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ സംഭവം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. കീർത്തി കുമാർ എന്ന BLOയാണ് താൻ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദത്തിലാണെന്നും വോട്ടർ പ്രക്രിയയിൽ ക്രമക്കേട് നടത്താൻ ഭീഷണി നേരിടുന്നുണ്ടെന്നും വെളിപ്പെടുത്തി രംഗത്തെത്തിയത്. ഹവാമഹൽ മണ്ഡലത്തിലെ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് 470 മുസ്ലിം വോട്ടുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് BJP MLA ബാലമുഖത് ആചാര്യയുടെ നേതൃത്വത്തിൽ തന്നെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് കീർത്തി കുമാർ ആരോപിക്കുന്നു. ഈ വോട്ടുകൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് MLAയുടെ ആളുകൾ ഭീഷണിപ്പെടുത്തിയതായി അദ്ദേഹം പറയുന്നു. ഈ രാഷ്ട്രീയ പീഡനത്തിൽ മനം നൊന്ത് താൻ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഹവാമഹൽ മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഈ സംഭവത്തിന് പിന്നിലെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ ഇവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ബാലമുഖത് ആചാര്യ ജയിച്ചത് കേവലം 974 വോട്ടുകളുടെ നേരിയ ഭൂരിപക്ഷത്തിലാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വിജയം ഉറപ്പാക്കാൻ വോട്ടർ പട്ടികയിൽ നിന്ന് നിശ്ചിത വിഭാഗങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുവെന്ന പരാതികൾ നേരത്തെയും ഈ മണ്ഡലത്തിൽ ഉയർന്നിരുന്നു. ഇതേസമയം തന്നെ പശ്ചിമ ബംഗാളിലും BLOമാരുടെ ആത്മഹത്യാ പരമ്പര തുടരുകയാണ്. മുർഷിദാബാദ് ജില്ലയിൽ ഹമീമുൽ ഇസ്ലാം എന്ന BLO കൂടി ആത്മഹത്യ ചെയ്തതോടെ SIR നടപടികൾ തുടങ്ങിയ ശേഷം ബംഗാളിൽ മാത്രം ജീവനൊടുക്കുന്ന BLOമാരുടെ എണ്ണം 9 ഉയർന്നു. പ്രൈമറി സ്കൂൾ അധ്യാപകൻ കൂടിയായ ഹമീമുൽ ഇസ്ലാമിനെ സ്കൂൾ കെട്ടിടത്തിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. SIR നടപടികളുടെ ഭാഗമായി വോട്ടർമാരുടെ രേഖകൾ ഓൺലൈനായി അപ്ലോഡ് ചെയ്യുന്നതിനും മാപ്പിംഗ് നടത്തുന്നതിനും ഉദ്യോഗസ്ഥർക്ക് മേൽ അമിതമായ ജോലിഭാരമാണ് അടിച്ചേൽപ്പിക്കുന്നതെന്ന് ഇദ്ദേഹത്തിന്റെ കുടുംബവും സഹപ്രവർത്തകരും ആരോപിക്കുന്നു. നേരത്തെ നാദിയ ജില്ലയിൽ റിങ്കു തരഫ്ദാർ എന്ന വനിതാ BLOയും സമാനമായ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്തിരുന്നു. തനിക്ക് ലഭിച്ച ജോലിഭാരം താങ്ങാനാവുന്നില്ലെന്നും ഓൺലൈൻ ജോലികൾ പൂർത്തിയാക്കാൻ സമ്മർദ്ദമുണ്ടെന്നും വ്യക്തമാക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് ഇവർ എഴുതി വച്ചിരുന്നു. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പേരിൽ BLOമാരെ മരണത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് അവർ ആരോപിച്ചു. SIR പ്രക്രിയ ശാസ്ത്രീയമല്ലെന്നും പലപ്പോഴും താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇത് പൂർത്തിയാക്കാൻ ആവശ്യമായ പരിശീലനമോ സമയമോ ലഭിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. ഡിജിറ്റൽ സാക്ഷരത കുറഞ്ഞ മുതിർന്ന അധ്യാപകരെ ഇത്തരം ജോലികൾക്ക് നിയോഗിക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം ഭരണം കാണുന്നില്ലെന്നും വിമർശനമുണ്ട്. ബംഗാളിലെ 9 ആത്മഹത്യകളും ജോലി സമ്മർദ്ദവുമായി ബന്ധപ്പെട്ടതാണെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുമ്പോൾ ഇവയെ രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങളായി BJP തള്ളിക്കളയുകയാണ്. എന്നാൽ മരിച്ചവരുടെ വീടുകളിൽ നിന്ന് ലഭിക്കുന്ന ആത്മഹത്യാക്കുറിപ്പുകൾ ജോലിയുമായി ബന്ധപ്പെട്ട ആശങ്കകളെയാണ് അടിവരയിടുന്നത്. രാജസ്ഥാനിലെയും ബംഗാളിലെയും സംഭവങ്ങൾ ഒരേ നാരിനാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒന്നുകിൽ ഭരണകക്ഷിയിൽ നിന്നോ പ്രതിപക്ഷത്തു നിന്നോ ഉള്ള രാഷ്ട്രീയ സമ്മർദ്ദം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർക്കശമായ സമയക്രമവും ശിക്ഷാ നടപടികളും. വോട്ടർ പട്ടിക കൃത്യമായിരിക്കണമെന്നത് ജനാധിപത്യത്തിൽ പ്രധാനമാണെങ്കിലും അത് തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥരുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടാകരുത് എന്ന വികാരവും ശക്തമാണ്. രാജസ്ഥാനിൽ BJP MLAക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഗൗരവകരമാണ്. വോട്ടർമാരെ തരംതിരിച്ച് വോട്ടവകാശം നിഷേധിക്കാൻ ജനപ്രതിനിധികൾ തന്നെ രംഗത്തിറങ്ങുന്നത് ജനാധിപത്യ മൂല്യങ്ങളുടെ ലംഘനമാണ്. ഹവാമഹലിലെ BLO ഉയർത്തിയ ആരോപണങ്ങളിൽ സത്യാവസ്ഥയുണ്ടെന്ന് തെളിഞ്ഞാൽ അത് വലിയ നിയമ നടപടികൾക്കും വഴിവെക്കും. മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ വോട്ടർമാരുടെ എണ്ണം കുറയ്ക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് ഈ സംഭവം കൂടുതൽ ബലം നൽകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഈ ഘട്ടത്തിൽ നിർണായകമാണ്. ഉദ്യോഗസ്ഥരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും രാഷ്ട്രീയ ഇടപെടലുകളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനും കമ്മീഷൻ പ്രത്യേക സംവിധാനങ്ങളും ഏർപ്പെടുത്തേണ്ടതുണ്ട്. ബംഗാളിലെ ആത്മഹത്യകളുടെ പശ്ചാത്തലത്തിൽ SIR നടപടികളുടെ നിയമപരിധി നീട്ടുന്നതിനെ കുറിച്ചും ജോലിഭാരം കുറയ്ക്കുന്നതിനെ കുറിച്ചും ആലോചനകൾ നടക്കുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കണ്ടറിയണം. ഓരോ ആത്മഹത്യയും വെറും വാർത്തയാകുന്നതിലുപരി വോട്ടർ പട്ടികയുടെ സുതാര്യതയും അത് തയ്യാറാക്കുന്നവരുടെ മാനസികാരോഗ്യവും എത്രത്തോളം പ്രധാനമാണെന്ന് ഈ സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രാഷ്ട്രീയ ലാഭത്തിനായി ഉദ്യോഗസ്ഥരെ ആയുധമാക്കുന്ന പ്രവണത അവസാനിച്ചില്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ അടിത്തറ തന്നെ ഇളകാനും സാധ്യതയുണ്ട്.